എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ഇതാണ് അവസാനത്തെ സർഗം. ഇതിൽ ആകെ 67 ശ്ലോകങ്ങളാണ് ഉള്ളത്. വർണ്ണന തീരുന്നില്ല, പകുതി വെച്ച് മുറിയണതായിട്ടാണ് 67ാമത്തെ ശ്ലോകത്തിൽ കാണാൻ പറ്റുക. സർഗം പൂർണ്ണമാക്കുന്നതുമില്ല. അപ്പോൾ വർണ്ണന തുടങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിർത്തണത് കണ്ടാൽ, അതായത് ഒരു വിഷയം പറഞ്ഞ് തീർത്തിട്ടല്ല നിർത്തണത്. അതുകൊണ്ടാണ് സുകുമാര കവിക്ക് ഇതെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ സംഭവിച്ചോ എന്നുള്ളത് ആസ്വാദകരും ചരിത്രകാരന്മാരും ഒക്കെ സംശയിക്കണത്. നമുക്ക് ഈ അവസാനത്തെ സർഗം ആരംഭിക്കാം. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. ഈ ഒരു ശ്ലോകത്തിൽ ഉപജാതി വൃത്തമാണ് വരണത്. ശ്ലോകം നോക്കൂ. നിശീധിനീം തത്ര സുഖേന നീത്വാ വിഭാത ശംഖധ്വനി വീത നിദ്ര മന്ദാകിനീമേത്യമധോർനിഹന്ത സന്ധ്യാമുപാസിഷ്ടസതാമുപാസ്യ. ആദ്യം പദച്ഛേദം പറയാം. നിശീധിനീം തത്ര സുഖേന നീത്വാ വിഭാത ശംഖധ്വനി വീതനിദ്ര മന്ദാകിനീം ഏത്യ മധോഹ നിഹന്ത സന്ധ്യാം ഉപാസിഷ്ട സതാം ഉപാസ്യ. ഒരു ദിവസം ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചു എന്നാണല്ലോ പറയണത്. അതിനുശേഷം ആ രാത്രി കഴിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പറയാണ്. ഭഗവാനെ പറ്റി വർണ്ണിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സതാം ഉപാസ്യ മധോഹോ നിഹന്ത. സതാം സതാം സജ്ജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്നവൻ, സജ്ജനങ്ങൾക്കെന്നും ഉപാസ്യനായിട്ടുള്ള ഭഗവാൻ. മധോഹോ നിഹന്ത, മധു എന്നു പേരുള്ള അസുരനെ വധിച്ചവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു? തത്ര, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, സ്വർഗത്തിൽ. നിശീധിനീം സുഖേന നീത്വ. നിശീധിനി എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. ആ രാത്രിയെ, അവിടെ താമസിക്കണമെന്ന് പറഞ്ഞല്ലോ, ആ രാത്രി സുഖമായിട്ട് കഴിച്ചുകൂട്ടി. നല്ല ഉറക്കമൊക്കെ കിട്ടി. നല്ല, അതായത് ഈ അതിഥികൾ ഭൂമിയിൽ നിന്നൊക്കെ വരുമ്പോൾ താമസിക്കാനുള്ള നല്ല രസകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള അതിഥി മന്ദിരങ്ങൾ അവിടെ ഇന്ദ്രനുണ്ട്. ഇന്ദ്രൻ്റെ മന്ദിരം ചന്ദ്രൻ്റെ മന്ദിരം ഇന്ദീവരേക്ഷണനെങ്ങാനും അങ്ങെഴുന്നള്ളിയാൽ മേവുന്ന മന്ദിരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികൾ കേട്ടതായിട്ട് ഓർക്കണു. ഇത് ചൊല്ലിയപ്പോൾ ഓർത്ത് ചൊല്ലിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം വിശ്രമമുറികൾ ഇന്ദ്രൻ അവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അവിടെ തന്നെ ആവണം ഭഗവാനും സത്യഭാമയും കൂടിയിട്ട് ആ രാത്രി കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് വെളിച്ചാപം കാലായപ്പോൾ നിശീധിനിയും സുഖേന നീത്വ. വെളിച്ചായപ്പോൾ എന്താ ഉണ്ടായത്? വിഭാത ശംഖധ്വനി വീതനിദ്ര. വിഭാത ശംഖധ്വനി, വിഭാതം എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്ന് തന്നെയാണ് അർത്ഥം. വെളിച്ചാവാൻ കാലമായപ്പോൾ, പ്രഭാതമായപ്പോൾ ശംഖധ്വനി, വെളിച്ചായി എന്നുള്ളത്, പ്രഭാതമായി എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ശംഖനാദങ്ങൾ പൊഴിക്കും. ശംഖനാദം കൊണ്ടാണ് രാവ് തീർന്നു, പകലാവാറായി എന്ന് ജനങ്ങളെയൊക്കെ, സ്വർഗവാസികളെ മുഴുവനും അറിയിച്ചിരുന്നത്. ആ നാദം കേട്ടപ്പോൾ വിഭാത ശംഖധ്വനി വീതനിദ്ര, ആ ശബ്ദം കേട്ടതോടുകൂടിയിട്ട് ഭഗവാന്റെ ഉറക്കമൊക്കെ പോയി. ഈ ശംഖധ്വനി കേട്ടിട്ടാണ് ഉണർന്നത് തന്നെ. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? മന്ദാകിനീം ഏത്യ സന്ധ്യാം ഉപാസിഷ്ട. നദികൾ, അവിടെ സ്വർഗത്തിൽ കൂടെ ഒഴുകുന്ന നദിയാണ് മന്ദാകിനി. സ്വർഗംഗയുടെ മറ്റൊരു പേരാണ് മന്ദാകിനി. നേരെ മന്ദാകിനിയിൽ ചെന്നിട്ട് എന്തു ചെയ്തു? സന്ധ്യാം ഉപാസിഷ്ട, ഉഷസന്ധ്യയെ ഉപാസിച്ചു. സന്ധ്യാവന്ദനമൊക്കെ നടത്തി. അതായത് കൃത്യം വെളുപ്പാൻ കാലത്ത് എപ്പോഴാണോ എണീക്കേണ്ടത് അപ്പം തന്നെ എണീറ്റു. എണീറ്റ ഉടനെ തന്നെ സന്ധ്യയെ ഉപാസിക്കാനായിട്ട് കുളിയും അതുപോലെ തന്നെ ദേവകാര്യങ്ങളും സന്ധ്യാവന്ദനങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ദാകിനിയിലേക്ക് പോവുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നിർവഹിച്ചു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 2ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ആവൃച്ഛശക്രം പ്രണിപാതപൂർവം ദേവീമനുജ്ഞാപ്യ ച തത്സവിത്രീം നിവാരിതാനുദ്രുതയോഗിലോകോ ദേവഃ പ്രതസ്ഥേ ദയിതാ സഹായ. ആദ്യം പദച്ഛേദം പറയാം. ആവൃച്ഛ്യ ശക്രം പ്രണിപാതപൂർവം ദേവീം അനുജ്ഞാപ്യ ച തത്സവിത്രീം നിവാരിതാനുദ്രുതയോഗിലോക ദേവ പ്രതസ്ഥേ ദയിതാ സഹായ. അതായത് രാവിലത്തെ സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് പോരാനായിട്ട് പുറപ്പെട്ടു ഭഗവാൻ എന്നുള്ള
വിഷയമാണ് പറയണത്. നിവാരിതാനുദ്രുത യോഗിലോക ദേവ. നിവാരിതാനുദ്രുതം, യോഗികളുടെ ലോകം എന്ന് പറഞ്ഞാൽ യോഗി സമൂഹം. സ്വർഗലോകത്തിലും ധാരാളം യോഗികളുണ്ട്. ഭൂമിയിൽ മാത്രമൊന്നുമല്ല, ഭൂമിയിലിരുന്ന് തപസ് ചെയ്യുന്ന യോഗീശ്വരന്മാരൊക്കെ സ്വർഗത്തിലെത്തുന്നു. സ്വർഗത്തിലെത്തിയാലും അവരൊക്കെ അവിടെ ഇരുന്നും തപസ് ചെയ്യണു. അവർക്ക് സ്വർഗത്തിലെ സുഖങ്ങളൊന്നും പ്രത്യേകിച്ച് അനുഭവിക്കേണ്ട കാര്യമില്ല. അവരുടെ ലക്ഷ്യം സ്വർഗമല്ല, പക്ഷേ അവരുടെ നന്മകളെ കൊണ്ട് അവർ സ്വർഗത്തിലെത്തണമെന്നേ ഉള്ളൂ. എന്നാലും അവിടെ ആ സ്വർഗലോകത്തിൽ ഇരുന്നു കൊണ്ടും തപസ് ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട് എന്ന് ശാകുന്തളത്തിൽ കാളിദാസൻ പറയുന്നുണ്ട്. പ്രാണാനാം അനിലേന വൃത്തിരുചിത സത്കൽപ്പവൃക്ഷേവനെ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകത്തിൽ 7ാമത്തെ അംഗത്തിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ശകുന്തള ദുഷ്യന്തന്മാരുടെ പുനഃസമാഗമം നടക്കുന്നത്, ഈ അതിഥി കാശ്യപന്മാരുടെ ആശ്രമത്തിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഏറ്റവും നമ്മൾ മനുഷ്യരെ, ഭൂമിയിലിരിക്കുന്ന മനുഷ്യരെ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ ഇരുന്നു കൂടി ഋഷീശ്വരന്മാർ തപസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകം നിർത്തുന്നത്. അപ്പോൾ അവിടെ സ്വർണ്ണതാമരകൾ വിരിയുന്ന തടാകങ്ങളുണ്ട്, കൽപ്പവൃക്ഷങ്ങളുള്ള ഉദ്യാനങ്ങളുണ്ട്, പട്ടുവസ്ത്രങ്ങളുണ്ട്, കാമിനിമാരായിട്ടുള്ള അപ്സരസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവിടുത്തെ യോഗീശ്വരന്മാരുടെ മനസ്സ് അല്പം പോലും പതറുന്നില്ല. അവരവിടെ ഇരുന്നു കൊണ്ടും തപസ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ യോഗീശ്വരന്മാർ എന്ന് വിളിക്കുന്നത്. നിവാരിത അനുദ്രുത യോഗിലോക. ഭഗവാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും തടയുന്നവരായിട്ടുള്ള, അതാണ് നിവാരിതാഹ, നിവാരണം ചെയ്തുകൊണ്ട് തടഞ്ഞുകൊണ്ട് ഒപ്പം ഓടി വരുന്നവരായിട്ടുള്ള, അനുദ്രുതം വളരെ വേഗത്തിൽ ഒപ്പം ചെല്ലുന്നവരായിട്ടുള്ള യോഗി ലോകങ്ങളോടുകൂടിയ ഋഷീശ്വരന്മാരോട് കൂടിയിട്ടുള്ള ദേവൻ ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു? പ്രണിപാതപൂർവം ശക്രം ആപൃച്ഛ്യ. ശക്രനോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ്? വെറുതെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോരുമൊന്നുമല്ല. പ്രണിപാതപൂർവം, സ്ഥാനം കൊണ്ട് ജ്യേഷ്ഠനാണല്ലോ ശ്രീകൃഷ്ണനെ. അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉപേന്ദ്രൻ എന്ന് പറയാറുണ്ട്. ഇന്ദ്രൻ്റെ താഴെ ജനിച്ചവൻ എന്ന്, ഇന്ദ്രന് പിന്നാലെ വന്നവൻ എന്നൊക്കെ അർത്ഥം. അതൊക്കെ അതിഥിയുടെ പുത്രനായിട്ട്, ത്രിവിക്രമനായിട്ട് വാമന അവതാരത്തിൽ അങ്ങനെ കിട്ടിയ പേരാണ്. ഇന്ദ്രനോടുള്ളൊരു ബഹുമാനവും ആ ഒരു സ്ഥാനവും ഒക്കെ എല്ലാ കാലത്തും കൊണ്ട് നടക്കേണ്ട ഭഗവാൻ. അതാണ് ഇവിടെ പറഞ്ഞത് പ്രണിപാതപൂർവം. ശരിക്കും സ്ഥാനം കൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്നൊക്കെ പറയുമ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് എവിടെയും ഇന്ദ്രൻ്റെ പേര് കേൾക്കാനില്ല. ഈ 3 ദേവന്മാരാണ് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ ഒരു ദേവേന്ദ്രനെ ഇത്രയധികം ബഹുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ജ്യേഷ്ഠനായിരുന്നുല്ലോ ഒരു കാലത്ത്. അതുകൊണ്ട് ആ ബഹുമാനമൊക്കെ കൊടുത്തുകൊണ്ട് ദേവേന്ദ്രൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പ്രണിപാതപൂർവം ശക്രം, അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് ശക്രനോട് എന്തു പറഞ്ഞു? ആപൃച്ഛ്യ എന്ന് പറഞ്ഞാൽ യാത്ര പറയുക. മേഘസന്ദേശത്തിൽ കാളിദാസൻ പറയണ ആപൃച്ഛ സ്വപ്രിയ സഖമമും തുങ്കം ആലിംഗ്യ ശൈലം. ആ ഉയർന്നു നിൽക്കുന്ന കൊടുമുടിയെ കെട്ടിപ്പിടിച്ചിട്ട് യാത്ര പറഞ്ഞു പൊക്കോളൂ. ആപൃച്ഛസ്വ എന്ന് പറയണ ആ പദത്തിൻ്റെ ലബന്ധ രൂപമാണ് ആപൃച്ഛ്യ. അതായത് യാത്രാനുമതി ചോദിച്ചിട്ട് എന്നർത്ഥം. വെറുതെ ചോദിക്കുക എന്നല്ല. ആപൃച്ഛസ്വ, ആപൃച്ഛമാന എന്നൊക്കെ പറഞ്ഞാൽ യാത്രാനുമതി ചോദിക്കലാണ്. അങ്ങനെ ഇന്ദ്രനോട് യാത്രാനുമതിയൊക്കെ ചോദിച്ചു. മാത്രമല്ല തത് സവിത്രീം ദേവം അനുജ്ഞാപ്യ. ഇന്ദ്രനെ മാത്രം അറിയിച്ചാൽ പോരാ, ഇന്ദ്രൻ്റെ അമ്മ സവിത്രി എന്ന് പറഞ്ഞാൽ പ്രസവിത്രി, പ്രസവിച്ചവൾ, ലോകത്തിനെ മുഴുവനും പ്രസവിച്ചവൾ എന്നുള്ള രീതിയിൽ ദേവിയെ ലളിതാ സഹസ്രനാമത്തിൽ പറയാറുണ്ടല്ലോ. പ്രസവിത്രി പ്രചണ്ഡാജ്ഞ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ആ പ്ര എന്നുള്ള അക്ഷരം മാറ്റിയാലും പ്രസവിച്ചവൾ എന്ന് തന്നെ അർത്ഥം കിട്ടും. അതായത് സവനം, സൂയം എന്നൊക്കെ പറയണത് പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ ഇവിടെ തത് സവിത്രീം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ പ്രസവിച്ചവളായ, അല്ലെങ്കിൽ തന്നെ ഒരു ജന്മത്തിൽ, അതായത് വാമന അവതാരത്തിൽ തന്നെ പ്രസവിച്ച അമ്മയാണല്ലോ അതിഥി. ആ അതിഥി ദേവിയെയും അറിയിച്ചിട്ട്, അനുജ്ഞാപ്യ അറിയിച്ചിട്ട്, അതുകൂടി ചെയ്തു തീർത്തിട്ട്, ദയിതാസഹായ പ്രതസ്ഥേ, ദയിതയോടുകൂടിയിട്ട്, സത്യഭാമയോടുകൂടിയിട്ട് സ്വർഗലോകത്ത് നിന്ന് പുറപ്പെട്ടു, ഭൂമിയിലേക്ക്, ദ്വാരകയിലേക്ക് വരാൻ പുറപ്പെട്ടു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി മറ്റ് വിഷയങ്ങൾ, നന്ദനവനത്തിലെ കൽപ്പക വൃക്ഷവും അതിലെ പൂക്കളുമായിട്ടുള്ള
മന്ദാരപ്പൂക്കളുടെ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം. പാരിജാതമാണ്, കൽപ്പവൃക്ഷമല്ല, പാരിജാതത്തിൻ്റെ പൂവുമായിട്ടാണ് ആ ഒരു വിഷയം വരണത്. അതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. നിശീധിനീം തത്ര സുഖേന നീത്വാ വിഭാതശംഖധ്വനിവീതനിദ്ര മന്ദാകിനീമേത്യമധോർനിഹന്ത സന്ധ്യാമുപാസിഷ്ടസതാമുപാസ്യ ആവൃച്ഛചക്രം പ്രണിപാതപൂർവം ദേവീമനുജ്ഞാപ്യ ച തത്സവിത്രീം നിവാരിതാനുദ്രുതയോഗി ലോകോ ദേവപ്രതസ്ഥേ ദയിതാ സഹായ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.